പൊന്നുമോളെ, ഈ യുവത്വം നീ കളഞ്ഞു കുളിക്കല്ല മോളെ. ആരാ പറഞ്ഞത് നീ നരകത്തിലാണെന്ന്? ആരാ പറഞ്ഞത് നീ നരകത്തിലാണെന്ന്? നീ അങ്ങ് സൂക്ഷിച്ചു ഒതുങ്ങി ജീവിച്ചാൽ നീയാണ് സ്വർഗത്തില്. അറിയില്ലേ ആദ്യമായ പെണ്ണാരാ? സയ്യിദത്തുനാ ഹവ്വാ റളിയല്ലാഹു. ഈ കർവത്തുരുത്തിയിലെ പെങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ആദ്യം സ്വർഗത്തിൽ സൃഷ്ടിച്ചത് പെണ്ണിനെയാ. പുരുഷന്റെ സ്ഥാനം സ്വർഗത്തിന് പുറത്താ മോളെ. ആരാണ് പറഞ്ഞത്? നിന്നോട് ആരെങ്കിലും നിനക്ക് സംസ്കാരമില്ലെന്ന് പറഞ്ഞാൽ, പെണ്ണേ പ്ലസ് ടുവിന് പഠിക്കുന്ന മോളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന MBBS പഠിക്കുന്ന മോളെ, സാന്ദർഭികവശാൽ പറയട്ടെ, നിന്റെ യുവത്വത്തിനോട് നിന്റെ ഇസ്ലാം എന്താണ് പറയുന്നത്? നിന്റെ ഇസ്ലാം എന്താണ് പറയുന്നത്? ഇവിടെയും നരകം അവിടെയും നരകം, എവിടെ പോയാലും നരകം, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നെങ്കിൽ മോളെ, നിനക്ക് ഇസ്ലാമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. ആദ്യമായിട്ട് അല്ലാഹു ഹവ്വാ റളിയല്ലാഹു അൻഹയുണ്ടല്ലോ, ഹവ്വാ റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിലാണ് അല്ലാഹു പടച്ചത്. അപ്പോൾ പെണ്ണിന്റെ സ്ഥാനം ആദ്യം സ്വർഗമാണ്. പെണ്ണിന്റെ സ്ഥാനം സ്വർഗമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിന് വെളിയിലുമാണ് പടച്ചത്. മാത്രമോ ചിന്തിക്കുമോള്, പരിശുദ്ധ ഖുർആനിൽ റിജാൽ, സൂറത്തുർ റിജാൽ എന്ന് പറയുന്ന ഒരു അധ്യായമില്ല. പക്ഷേ മോളെ, നീ പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ സൂറത്തുൻ നിസാ, പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിൽ കാണാൻ കഴിയും. ഉണ്ടോ? റിജാൽ എന്ന് പറയുന്ന ഒരു അധ്യായം എന്തില്ല സൂറത്തിൽ കാണാൻ കഴിയില്ല. നിസാ. അപ്പം പെണ്ണിന്റെ സ്ഥാനം നമ്മൾ എഴുതാൻ ചിലരൊക്കെ പറയും, എന്ത് അവിടെ നരകം, ഇവിടെയും നരകം, അവിടെ ബസ്സിൽ പോയാലും നരകം, ട്രെയിനിൽ പോയാലും നരകം. പെണ്ണെന്ന് പറഞ്ഞ് അങ്ങനെ പെണ്ണ് അങ്ങനെ പറയരുത്. അത് ശരിയല്ല. പെണ്ണിന്റെ മഹത്വം വളരെ വലുതാണ്. പെണ്ണിന് മഹത്വം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? പ്ലസ് ടുവിന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട്. മോളെ മനസ്സിലാക്കുമോളെ, പെണ്ണിന് ഏറ്റവും വലിയതായ, പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബുനാ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ മഹദിയായ ആയിഷത്തു സിദ്ദീഖ പെണ്ണല്ലേ? മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് പ്രഭാതത്തിൽ ആടിനെ കറന്നിട്ട് കൊണ്ടു കൊടുക്കുന്നു. ആയിഷ, എൻ്റെ മെഹബൂബത്തെ, എൻ്റെ ഇഷ്ടഭാജനമേ, അങ്ങ് കുടിക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതാ പാല് കറന്ന ഗ്ലാസിനകത്ത് ഇതാ പൊന്നു, ഇതാ പ്രിയപ്പെട്ടതായ സഹധർമ്മിണിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ, കുടിച്ചിട്ട് പകുതി ഭാഗം, അതിന്റെ പകുതി ഭാഗം മുത്തുനബിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഗ്ലാസ് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കി. അതായത് എൻ്റെ സൗജത്ത്, സൗജത്തി വ മഹബൂബത്തി, എൻ്റെ പ്രിയതമ എവിടെയാണോ, ഏത് ഭാഗത്താണ്, ക്ലാസിന്റെ ഏത് വക്കിൽ വെച്ചാണ് ഇതാ പാല് കുടിച്ചതെങ്കിൽ അതെവിടെയാണെന്ന് നോക്കിയിട്ട് ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചുണ്ടുകൊണ്ട സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് വെച്ചിട്ട് പെണ്ണിന് മാന്യത കൊടുക്കണമെന്ന്, അങ്ങനെ ആ സ്ഥലത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കുടിച്ച് കാണിച്ചില്ല. മോളെ, നിനക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയല്ല മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ പെണ്ണിനെ വീടിനകത്ത് തളച്ചിടേണ്ടവളല്ല പെണ്ണ്. ആ പെണ്ണുമായി നീ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ മസാറിൽ പോകൂ. ഒരു കറക്കമാകട്ടെ, നീ നല്ലതായ വസ്ത്രം ധരിച്ച്, പെണ്ണ് മുഖം മറച്ച്, പെണ്ണിൻ്റെതായ ശരീരഭാഗങ്ങൾ മുഴുവനും മറച്ച്, എന്നിട്ട് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ മസാറിൽ പോയി
ഓതിയിട്ട് അല്ലാ ഇതെന്റെ മെഹബൂബത്താ അല്ലാ, ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരുടെ അരികിലാ അല്ലാ എന്ന് വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതി മഹാന്മാരുടെ ഹദറത്തിൽ നീയൊന്ന് ഞായറാഴ്ച കോവളത്ത് പോകാതെ കടപ്പുറത്ത് പോയി കാറ്റ് കൊള്ളിപ്പിക്കാതെ അത് പോകണ്ട, തെറ്റാണെന്ന് പറയുന്നില്ല. കാരണം എന്താണ്? അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട്. കടല് അള്ളാന്റെ ദൃഷ്ടാന്തമാ, കരയല്ലാന്റെ ദൃഷ്ടാന്തമാ, അവിടെ നിരത്തിയിരിക്കുന്ന മണൽക്കൂനകൾ അള്ളാന്റെ ദൃഷ്ടാന്തമാ. അത് നോക്കി കാണണേ. വായാത്തുൽ ലിഉലിൽ അൽബാബ്, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കി കാണുന്നത് ബുദ്ധിമാന്മാരാണത് നോക്കി കാണണേ. അത് നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കൊണ്ട് കാണിപ്പിക്കണേ. അത് നിന്റെ നിനക്ക് ഏറ്റവും ആ പെണ്ണിനോടുള്ള താല്പര്യമുള്ള ഭാഗമാണ്. ഒന്ന് കറങ്ങിയടിച്ച് മസാറിൽ പോയി ബന്ധുമിത്രാദികളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഒന്ന് ഉല്ലസിച്ചു വരുമ്പോൾ ഒരു ഷാർജയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വയറും മനസ്സും ഒന്ന് തണിപ്പിച്ച് സുന്ദരമായ ജീവിതം നടത്തൂ ചെറുപ്പക്കാരാ. മോനെ, ഈ കാണുന്ന ജീവിതം വളരെ തുച്ഛമാ. ഈ വിനീതൻ നിങ്ങളുടെ മുന്നിൽ കണ്ടുമുട്ടി. എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാടെ ഹലറത്തിൽ പോയി ഒരു ചുംബനം എൻ്റെ ഉമ്മാടെ കവിൽത്തടത്തിൽ കൊടുത്തിട്ട് യഥാ ഉമ്മാ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് മന്ത്രിക്കുമ്മാ. എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് എൻ്റെ ഉമ്മാടെ ചെവിയിൽ ഞാൻ ഓതിക്കൊടുക്കും. അത് നല്ലതുപോലെ മോദം. എന്താണ് എൻ്റെ ഉമ്മയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം വല്ലാതെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ചു അല്ലാ. ഞങ്ങളെ പോലുള്ള ഉലമാക്കൾക്ക് അബ്ദുൽ വഹാബിനെയും ഉസ്താദിന്റെ ഉമ്മയുണ്ട്. ഞങ്ങളെ പോലുള്ള ഉലമാക്കൾക്ക് ഗർഭഞ്ചുമെന്ന ഉമ്മമാരാ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മാടെ ഹദറത്തിൽ ചെന്നിട്ട് സൂറത്തങ്ങോതും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഈ സൂറത്ത് എൻ്റെ ഉമ്മയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്ത്? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പിണങ്ങിയെന്ന് മുത്തുനബിക്ക് തോന്നിപ്പോയ അങ്ങനെ തോന്നി എൻ്റെ അല്ലാ, എൻ്റെ വിഷയം മാറുന്നില്ല പ്രിയപ്പെട്ടവര്. എൻ്റെ അല്ലാഹ്ക്ക് എന്നോട് ഗർവാണോ? എൻ്റെ അല്ലാഹ്ക്ക് എന്നോട് എന്തോ ഒരു വിഷമമുണ്ട്. എന്നോട് കോപമാണോ? എന്നോട് എൻ്റെ റബ്ബിന് വല്ലാത്ത കോപമുണ്ടോ എന്നിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നസലൽ അമീനു മുഖറബ് ജിബ്രീൽ വന്നിട്ട് പറയുന്നത്, നബിയേ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, അങ്ങയോട് അങ്ങയുടെ റബ്ബിന് പിണങ്ങാൻ സാധിക്കില്ല നബിയേ. അങ്ങയോട് അങ്ങയുടെ റബ്ബിന് കിറുവില്ല നബിയേ. അങ്ങയോട് അങ്ങയുടെ റബ്ബിന് പിണക്കമില്ല നബിയേ എന്ന് മുത്തായ പൊന്നിനോട് വന്ന് പറഞ്ഞില്ലേ. അവിടെയും ചുറുചുറുക്കുള്ള ചെറുപ്പം വിചാരിച്ചതെന്താ? അല്ലാ എന്ന ചിന്തയങ്ങ് മറിഞ്ഞപ്പോൾ എപ്പോഴും അല്ലാഹു ലൈനിൽ വരുന്ന അല്ലാ, ആ പടച്ച റബ്ബ് എൻ്റെ ലൈനിൽ വരുന്നില്ലല്ലോ. അല്ലാഹു എന്നോട് പിണങ്ങിയോ അല്ലാ എന്ന് സുജൂദിൽ കിടന്ന് പൊട്ടി കരഞ്ഞ പുത്തായ പൊന്നിനോട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ.
പുന്നാരമുത്തിനോട് വന്ന് ഓതി കേൾപ്പിച്ച ഈ സൂക്തമുണ്ടല്ലോ, ഈ അധ്യായം എൻ്റെ പൊന്നാരുമ്മയ്ക്ക് വല്ലാത്ത ഇഷ്ടമാ. ഇത് പറയുന്നത് എന്തെന്നറിയോ? നിങ്ങളുടെ ഉമ്മമാരുടെ അരികിലും നിങ്ങൾ പോകണം. നിങ്ങളുടെ ഉമ്മമാരുടെ അരികിൽ ചെന്നിട്ട് ആ ഉമ്മയുടെ കവിളിലൊരു മുത്തം കൊടുക്കണം. മുത്തം കൊടുക്കാൻ ചെറുപ്പക്കാരികളുടെ മുഖം തേടി പോകുന്ന യുവത്വമേ, ചെറുപ്പക്കാരികളുടെ മുഖം തേടി പോകുന്ന ചെറുപ്പമേ, തൊലിവെളുപ്പുള്ളതായ പെണ്ണിനെ ലൈനടിക്കാനും മുഖം തേടി പോകുന്ന മുത്തം കൊടുക്കാ പോകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ഒരുപക്ഷെ നിന്റെ അത്രയും വല്ലാത്ത ഗ്ലാമർ ചിലപ്പോൾ കാണൂല, ചിലപ്പോൾ അങ്ങ് കറുപ്പായിരിക്കും, ചിലപ്പോൾ മുഖമൊക്കെ അങ്ങനെ അങ്ങ് ചുളുങ്ങി അങ്ങ് പോയി. അത് വല്ലാതെ മുഖമങ്ങ് ചുളുങ്ങിയിട്ടുണ്ടാകും. പക്ഷേ മോനെ, നീ മാറി താമസിക്കുകയാണെങ്കിലും നിന്റെ ഉമ്മാടെ ചാരത്ത് പോയി കവിളിലൊരു മുത്തം കൊടുക്കണേ മോനെ.